അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഒരു സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേണ്ടവർക്ക് അത് ഒഴിച്ചെടുക്കുക, അല്ലാതെ വേറെ എന്തെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് നമ്മൾ സവാള നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ചപ്പും ചെറുതാക്കി അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരണം കേട്ടോ. നമുക്കിതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കട്ടോ. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണേ. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കട്ടോ. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചതാണ്. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ മേലെ ഹോൾസ് ഉള്ള ഒരു പാത്രം കൂടെ വെക്കട്ടോ. നമ്മളിത് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡൊക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ ബ്രെഡ് ആവിയിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് പരത്തിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയല്ലേ, അത് ഇതിലൊന്ന് കട്ടിയില്ലാതെ പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ബ്രെഡ് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവില്ല. ആവിയിൽ ചൂടാക്കിയിട്ടില്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകും കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ നടുവിലൊന്ന് മുറിച്ചു കൊടുക്കാം.
അതുപോലെ ചെയ്ത ബ്രെഡ് നമുക്കൊരു സ്റ്റിക്കിൽ കോർത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 3 വെച്ചിട്ടാണ് കേട്ടോ കോർക്കണത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 3 ഒക്കെ വെച്ചിട്ട് നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. നമ്മളെ കയ്യിലൊരു ബ്രെഡും കുറച്ച് പൊട്ടാറ്റോസും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചിക്കനൊക്കെ പിന്നെ ഓപ്ഷണലാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുട്ട, മൈദ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ സ്റ്റിക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റിക്ക് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, അത് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നെരിഞ്ഞ് കിട്ടേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. അതല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടെടുക്കട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. നമ്മൾക്കിത് നന്നായിട്ട് നെരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.